ഹലോ. അപ്പം ഞങ്ങൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായി എവിടെയായിരിക്കും എന്നുള്ളത്. യെസ്, നിങ്ങൾ ഗസ് ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ തിയേറ്ററിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് വന്നിട്ട് 15 വർഷമായി. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് നിന്നൊരു സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് ഗ്രൂപ്പിലെ അഗ്രീഷാണ് പറഞ്ഞത് പിക്ചർ ഫ്രണ്ട് ആയിട്ടുള്ള തിയേറ്റർ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു ഹോസ്റ്റൽ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര സ്ട്രെസ്ഡും നല്ല ബോറടിച്ചപ്പോഴൊക്കെ നമുക്ക് പുറത്തിറങ്ങണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആഗ്രഹം അങ്ങ് സഫലമാക്കാമെന്ന് നമ്മുടെ ചന്ദ്രേട്ടൻ ഞങ്ങൾക്കൊപ്പം നിന്നു. ഇപ്പോൾ ചന്ദ്രേട്ടൻ ഒരു ഫംഗ്ഷനിലായിരുന്നു, എന്നിട്ടും ടിക്കറ്റൊക്കെ റെഡി ആയെന്ന് കണ്ടപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓടി വന്നു. പിന്നെ നമ്മുടെ ആദിത്യ ഞങ്ങളുടെ ഹോസ്റ്റൽ മേറ്റാണ്, ഞങ്ങളുടെ നാട്ടുകാരി കൂടിയാണ്. ഇവരെല്ലാവരും നമുക്കൊപ്പം വന്നു. അങ്ങനെ എന്താണ് അവിടെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് ഏതാ സിനിമ ഏതാ തിയേറ്റർ എന്നൊക്കെയല്ലേ. അപ്പോൾ നമ്മുടെ മിറാജ് എന്നുള്ള തിയേറ്ററിലാണ് ഞങ്ങൾ പോയത്. അത് ബ്ലൂ ഡയമണ്ട് മോളിലാണ് വരുന്നത്. അപ്പോൾ മോൾ അവിടെ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ മാളിൻ്റെ കുറേ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ അതിനും കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാൾ കുറച്ച് കാണുകയും ചെയ്തു. ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്, ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി, നന്നായിട്ട് നമ്മൾ കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടുത്തെ തിയേറ്റർ ആളുകളൊക്കെ ചെയ്തു തന്നു. ഈ കഫേ നിൽക്കുന്നില്ലേ, ഈ പോയി നമ്മുടെ കോളേജിൽ, അതായത് ഞങ്ങളുടെ JDTയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. വീണ്ടും നമ്മൾ JDTയുടെ ആളുകളെയൊക്കെ കണ്ടുമുട്ടി. ഇവിടുന്ന് BHSC കംപ്ലീറ്റ് ചെയ്തൊരു പോയിയാണ്. അപ്പോൾ അവൻ എന്തോ വലിയ കമ്പനികളൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴും കണ്ടപ്പോഴും ഒക്കെ സന്തോഷം. അപ്പോൾ മമ്മിയാണ് ഞങ്ങളുടെ സാധാരണ ക്യാമറമാൻ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് മമ്മീനെ അധികം വീഡിയോസിലൊന്നും കാണാത്തത്. അപ്പോൾ സിനിമയുടെ സമയമായി. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്കുള്ള ഓപ്പണിങ് നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നു. അതുവരെ ഇവിടെ വരെ എത്തുന്ന ലിഫ്റ്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് റാമ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണിത്. അപ്പോൾ നമ്മുടെ സിനിമ തുടങ്ങാറായി. നമ്മളെ തന്നെ ആദ്യം പ്രയോറിറ്റി തന്ന് തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഏറ്റവും പുറകിൽ തരും, അതൊക്കെ ആദ്യമായിട്ടാണ് ലൈഫിൽ. അവിടെ നല്ല സംവിധാനം, നമുക്കിരിക്കാനും കാണാനും നല്ല സെൻട്രൽ സീറ്റ് തന്നെ, ഏറ്റവും ബാക്കത്തെ റോ, ഇതൊക്കെ നമുക്ക് സംവിധാനമൊക്കെ റെഡിയാണ്. അവിടെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം, പ്രത്യേകിച്ചും ഈ വെക്കേഷൻ സ്ട്രെസ് ഫ്രീ ആയ ഒരു ഡേ. അല്ല, കഥ ഇത്ര പറഞ്ഞെത്തിയിട്ട് നമ്മൾ കണ്ട സിനിമയെ പറ്റി പറഞ്ഞില്ല അല്ലേ. തുടരും എന്ന സിനിമയാണ് ഞങ്ങൾ കണ്ടത്. സൂപ്പർ മൂവിയാണ്. ആദ്യത്തെ കുറച്ച് ഭാഗം പേഴ്സണലി എനിക്ക് കുറച്ച് അങ്ങ് ഇഷ്ടപ്പെടാതെ തോന്നി കേട്ടോ. പിന്നെ ഒരു രക്ഷ